സോ ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് നമ്മുടെ മൊഡ്യൂൾ 5-ൽ നിന്നുള്ള കുറച്ച് ഏരിയാസ് ആണ്. സോ മൊഡ്യൂൾ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മൊത്തം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗറിനെ ബേസ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് ഈ മൊഡ്യൂൾ 5 എന്ന് പറയുന്നത്. സോ ഇതിൽ ആദ്യം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇക്കണോമിക് പോളിസി ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ആണ്. സോ ഇക്കണോമിക് പോളിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് അവയെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടാണ് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് പലതരത്തില് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇനീഷ്യേറ്റ് ചെയ്യണം. ആ എക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാനായി സാധിക്കും എന്നുള്ളതാണ് എക്കണോമിക് പോളിസികൾ കൊണ്ട് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ കൺസിഡറേഷൻസിലേക്ക് പോകുന്ന സമയത്ത് പല പെർട്ടിക്കുലർ ലെവൽ ഓഫ് എക്കണോമിക് ഇംബാലൻസസ് എന്ന് പറയുന്നത് നമ്മുടെ എക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റിച്ച് ആസ് വെൽ ആസ് ദ പുവർ, ഇൻഇക്വാലിറ്റി കൺസിഡറേഷൻസ്, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസ് നമ്മുടെ എക്കണോമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ വളരെ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു എക്കോണമിയിലും 3 സെൻട്രൽ പ്രോബ്ലംസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. സോ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളിലേക്ക് ബേസിക്കലി നമുക്കൊരു ഫോമാറ്റ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നതാണ് ആക്ച്വലി എന്ത് പോസ്റ്റുലേറ്റ് ചെയ്ത് തരുന്നത്, ഈ ഒരു എക്കണോമിക് പോളിസി ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് പോസ്റ്റുലേറ്റ് ചെയ്ത് തരുന്നത്. ഇക്കണോമിക് പോളിസി ഫോർമുലേഷൻസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ആക്ച്വലി ഈ ഒരു പെർട്ടിക്കുലർ ഫോം ഓഫ് ഇക്കണോമിക് പോളിസി ഇനിഷ്യേറ്റീവ്സിന്. ഫസ്റ്റ് വൺ ഇക്കണോമിക് ഗ്രോത്ത് ആണ്. നമ്മുടെ രാജ്യത്ത് എന്താ ആവശ്യമാണ്, എക്കണോമിക് ഗ്രോത്ത് മൊബിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ തന്നെയാണ് അല്ലെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് GDP ഡെവലപ്പ് ചെയ്യണം, നമുക്ക് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു രാജ്യത്ത് പെർ ക്യാപിറ്റ ഇൻകം ഡെവലപ്ഡ് ആവുക അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകത്തില് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് കാണിച്ചാല് അതാണ് ശരിക്കും നമ്മൾ എന്തായി പറയുന്നത്, നമ്മുടെ രാജ്യം പുരോഗമനത്തിലാണ്, വളരെ പോസിറ്റീവായിട്ടാണ് നമ്മുടെ എക്കണോമി ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. സോ അത് നമ്മുടെ എക്കോണമിയുടെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. സോ എക്കണോമിക് ഗ്രോത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആണ്. നെക്സ്റ്റ് ഇസ് എംപ്ലോയ്മെന്റ് ജനറേഷൻ. നമ്മുടെ രാജ്യത്ത് നമ്മുടെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ആ ജനങ്ങൾക്കെല്ലാം തന്നെ ആംബിൾ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ടു ബി ഡിസ്കസ്ഡ് അല്ലെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇൻഡിപെൻഡൻസിന് മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ടെൻഡൻസി എന്ന് പറയുന്നത് ഭയങ്കര റാപ്പിഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് എന്തില്ല, അത്രത്തോളം ഒരു അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എക്കണോമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. തേർഡ് ഇസ് പോവർട്ടി അലിവേഷൻ. നമുക്ക് പലതരത്തിലുള്ള പോവർട്ടി അലിവേഷൻ സ്ട്രാറ്റജി ആണെങ്കിലും പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ആണെങ്കിലും നമ്മൾ ബേസിക്കലി ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. സോ വെൻ വി ഗോ ഫോർ സച്ച് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് അപ് ടു സം എക്സ്റ്റെന്റ് വരെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗവൺമെന്റിൽ ഒരുപാട് തരത്തിലുള്ള സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ഉണ്ട് അല്ലെ. ഇപ്പൊ MGNREGA ഒക്കെ പോലെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ ആ പ്രോഗ്രാംസ് വഴി പൂർണ്ണമായിട്ടും ശരിക്കും അൺഎംപ്ലോയ്മെന്റ് ടെൻഡൻസി അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ട്രെൻഡ് എന്ന് പറയുന്നത് റിമൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നെക്സ്റ്റ് കംസ് പ്രൈസ് സ്റ്റെബിലിറ്റി. ഇൻഫ്ലേഷൻ ഡിഫ്ലേഷണറി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്കോണമീനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു ഇൻഫ്ലേഷണറി ടെൻഡൻസി അല്ലെങ്കിൽ ഡിഫ്ലേഷണറി കണ്ടീഷൻ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പോയിന്റിന് അപ്പുറമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റാപ്പിഡ് ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് സ്കെനാരിയോയിലേക്ക് അത് നയിക്കും. സോ ഈ എക്കണോമിക് പോളിസീസ് എന്തിനു ശ്രമിക്കും, നമ്മുടെ രാജ്യത്ത് പ്രൈസ് സ്റ്റെബിലിറ്റി കൺസിഡറേഷൻസ് ഒറിജിനേറ്റ് ചെയ്യാൻ വേണ്ടി അവര് ശ്രമിക്കും. നെക്സ്റ്റ് കംസ് റീജിയണൽ ഡെവലപ്മെന്റ്. നമ്മുടെ എക്കോണമിയിൽ പലതരത്തിലുള്ള ഡെവലപ്മെന്റ് കൺസിഡറേഷൻസ് നമുക്ക് കാണാനായി പറ്റും.
പല ഭാഗങ്ങളും പല രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡെവലപ്മെന്റ് ഒറിജിനേറ്റും ചെയ്യുന്നത്. സോ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു റീജിയണൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റി പോസ്റ്റുലേറ്റ് ചെയ്യണം. പലതരത്തിലുള്ള എക്കണോമി കാണും. ഇപ്പം റിച്ച് ആയിട്ടുള്ള എക്കണോമി കാണും, പുവർ ആയിട്ടുള്ള എക്കോണമി കാണും, വളരെ വീക്ക് ആയിട്ടുള്ള എക്കോണമി കാണും. സോ ഈ എക്കണോമിക് ഏരിയാസ് എല്ലാം ഐഡന്റിഫൈ ചെയ്ത് ഓരോ എക്കണോമിക് ഏരിയാസിലും എന്താണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടുവരിക വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് കംസ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. റിച്ച് ആൻഡ് പുവർ തമ്മിൽ ഡൈവേഴ്സിറ്റി തരും, റിച്ച് ആൻഡ് പുവർ തമ്മിൽ ഇൻകം ഇൻഇക്വാലിറ്റി സിറ്റുവേഷൻസ് വരും. പണ്ട് നമ്മൾ പറയും, ഇപ്പൊ മിസ്റ്റർ ആൻഡ് പുരിയുടെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഗെയിൻ ചെയ്തിട്ട്, അതായത് അവരുടെ വെൽത്ത് കുറച്ച് അക്യുമുലേറ്റ് ചെയ്തിട്ട് പുവർ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ആയാലും വെൽത്തിന്റെ കൺസിഡറേഷൻസ് ആയാലും ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് കംസ് സെൽഫ് റിലയൻസ്. സെൽഫ് റിലയൻസിന് സ്വയം പര്യാപ്തമാവേണ്ട ആവശ്യമുണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് വലിയ റിച്ച് ആയിട്ടുള്ള കൺട്രീസിനെ ഒന്നും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വി ബിക്കം സെൽഫ് എഫിഷ്യന്റ് and we'll be able to tackle almost all issues that occur in our economy. Next comes modernization. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ മോഡേണൈസേഷൻ ഫീച്ചർ പറയുന്നത്. കാരണം എക്കോണമിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരുപാട് പ്രിൻസിപ്പിൾസ് ആൻഡ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഇനീഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അർബനൈസേഷൻ എന്ന് പറയുന്നത് റാപ്പിഡ് ആയിട്ട് റൈസ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ അവിടെ പീപ്പിള് എന്ത് ചെയ്യുന്നു, റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയയിലേക്ക് സ്പെൽ ഔട്ട് ചെയ്യാണ്. സോ അർബൻ കൺഗ്ലോമറേഷൻ എന്ന് പറയുന്ന ഒരു ടെൻഡൻസിയും അവിടെ ജനറേറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഇസ് എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. നമുക്ക് എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമുക്കറിയാം വാട്ട് ഇസ് സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റി പറഞ്ഞാൽ അവർ കോമൺ ഫ്യൂച്ചറിലാണ് അതിനെ കുറിച്ച് പോസ്റ്റുലേറ്റ് ചെയ്തത്. ദാറ്റ് ഇസ് മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് വിതൗട്ട് സാക്രിഫൈസിങ് ദ നീഡ്സ് ഓഫ് ദ ഫ്യൂച്ചർ ആണ്. ഇന്നത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളെ നമ്മൾ മീറ്റ് ചെയ്ത് ഫ്യൂച്ചർ ജനറേഷനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു നൊട്ടേഷൻ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി വരുന്നത്. അപ്പൊ ഈ കൺസിഡറേഷൻസ് എല്ലാം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ കൺസിഡറേഷൻസ് എല്ലാം നമ്മൾ അറ്റയർ ചെയ്യുന്ന സമയത്താണ് ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി ഇക്കണോമിക് പോളിസീസിനെ നമുക്ക് പലതായിട്ട് തിരിക്കാം. സോ ദ വെരി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് മാക്രോ എക്കണോമിക് പോളിസിയാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ എക്കോണമിനെ നമുക്ക് രണ്ട് പെർസ്പെക്റ്റീവിലാണ് കാണാൻ പറ്റുന്നത്, മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും. സോ മാക്രോ എക്കണോമിക് പോളിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എന്താണ്, അതായത് ഇക്കണോമി ആസ് എ ഹോൾ, അല്ലെ? മൈക്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻഡിവിജ്വലോ അല്ലെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയോ ഫേമോ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിനെയാണ് മൈക്രോ പോളിസി എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് ആകുമ്പോൾ എന്താ, ഇക്കോണമി ആസ് എ ഹോൾ എന്നുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ അവിടെ അറ്റയർ ചെയ്യുന്നത്. സോ മാക്രോ എക്കണോമിക് പോളിസിയില് നാഷണൽ ഇൻകം, ഔട്ട്പുട്ട്, ജനറൽ പ്രൈസ് ലെവൽ മുതലായ കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ മൈക്രോ എക്കണോമിയിൽ എന്താ വരുന്നത്, ജസ്റ്റ് ഒരു പെർട്ടിക്കുലർ സെക്ടർ, അതായത് അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ, ഇങ്ങനെ ഒരു ചെറിയ തോതിൽ, അതായത് ഒരു വേംസ് ഐ വ്യൂ കോൺസെപ്റ്റിലാണ് മൈക്രോ എക്കണോമിക് കോൺസെപ്റ്റ്സ് വരുന്നത്. ഇക്കണോമി ആസ് എ ഹോൾ എന്നുള്ള കോൺസെപ്റ്റ് ആണ് മാക്രോ എക്കണോമിക് പെർസ്പെക്റ്റീവില് വരുന്നത്. സോ മാക്രോ എക്കണോമിക് കോൺസെപ്റ്റ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ബേസിക്കലി നമുക്ക് രണ്ട് തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉള്ളത്. The very first one is the fiscal policy and the second one is the monetary policy. So what is fiscal policy? Fiscal policy പറഞ്ഞാൽ നമുക്കറിയാം ടാക്സ് as well as the expenditure structure നെയാണ് നമ്മൾ ഫിസിക്കൽ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ബേസിക്കലി നമ്മുടെ രാജ്യത്ത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. സോ വാട്ട്സ് ദ റോൾ ഓഫ് ബഡ്ജറ്റ്? ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു രാജ്യത്തെ എക്സ്പെൻഡിച്ചറും അതേപോലെ തന്നെ റെസിപ്റ്റ്സിനെ കുറിച്ചും അല്ലെങ്കിൽ റവന്യൂവിനെ കുറിച്ചും
വളരെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഫ്രെയിംവർക്ക് നമുക്ക് പറഞ്ഞു തരുന്നത് ബഡ്ജറ്റ് തന്നെയാണ്. ആൻഡ് ഓൺ ദ സെയിം ഹാൻഡ് വി ഹാവ് ടു ഗോ വിത്ത് taxation as well as expenditure policy. So taxation and expenditure policy documents നെ കുറിച്ചും ക്ലിയർ കട്ട് ആയിട്ട് പോസ്റ്റുലേറ്റ് ചെയ്തിരുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ ഫിസിക്കൽ പോളിസി തന്നെയാണ്. അപ്പൊ നമുക്ക് ഓരോ രാജ്യത്തും എത്ര റവന്യൂ ഉണ്ട്, എത്ര എക്സ്പെൻഡിച്ചർ ഉണ്ട് മുതലായ കാര്യങ്ങളെ കുറിച്ചൊരു സമ്മപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിനായി നമ്മൾ എന്ത് സഹായിക്കും? ഈ ഒരു ഫിസിക്കൽ പോളിസി. ഇപ്പൊ രാജ്യത്ത് ടാക്സ് കൂടുതലായിട്ട് നമ്മൾ ഇൻകർ ചെയ്യാൻ പാടില്ല. ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ഓൾവേസ് ഓർ ഇറ്റ് വിൽ ഓൾവേസ് ക്രിയേറ്റ് സം എമൗണ്ട് ഓഫ് ഡിസ്യൂട്ടിലിറ്റി. മസ്ഗ്രേവ് പറഞ്ഞിട്ടുള്ളതാണ്, ഡാൾട്ടനും മസ്ഗ്രേവും പറഞ്ഞിട്ടുള്ളതാണ്. ടാക്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് certain amount of ഡിസ്യൂട്ടിലിറ്റി എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. കാരണം ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാലും ടാക്സിന്റെ നേച്ചർ വെച്ച് ഇറ്റ് ക്രിയേറ്റ് സം എമൗണ്ട് ഓഫ് ഡിസ്യൂട്ടിലിറ്റി. ദാറ്റ് ഈസ് ടു എ വെരി പെർട്ടിക്കുലർ ഫാക്ട് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് തന്നെയാണ്. ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഡിസ്യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ടാക്സ് നമ്മുടെ എക്കോണമിയിൽ എന്തായാലും ക്രിയേറ്റ് ചെയ്യും. സോ ആ ഒരു ടാക്സ് എൻവിറോൺമെന്റ് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ആ സ്ട്രിഞ്ചൻസി ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ തന്നെയാണ്. സോ എത്രത്തോളം നമ്മൾ ടാക്സ് ഇൻകർ ചെയ്യണം, എത്രയായിരിക്കണം നമ്മളുടെ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സമയത്ത് പല രീതിയിൽ നമുക്ക് എടുക്കാം. ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. സോ ഡിഫൻസ് ഒക്കെ വരുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എക്സ്പെൻസസ് വരുന്നത് ഡിഫൻസിനും ഇൻട്രസ്റ്റ് പേയ്മെന്റ്സിനുമാണ്. സോ എങ്ങനെയായിരിക്കണം നമ്മളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? വളരെ സ്വാപ്പീവായി വളരെ ഹൈ ലെവൽസ് ഓഫ് എക്സ്പെൻഡിച്ചർ ടെൻഡൻസീസ് ആണോ അത്തയർ ചെയ്യേണ്ടത്? അതൊരു മീഡിയേറ്റ് ലെവലില് പ്രോബ്ലമാറ്റിക് അല്ലാത്ത രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ ടെൻഡൻസി ആണോ നമ്മൾ അത്തയർ ചെയ്യേണ്ടത്? സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ക്രോണിക് ആയിട്ടുള്ള ഇംപെർഫെക്ഷനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, അതോ ഇറ്റ് വിൽ ക്രിയേറ്റ് സീരിയസ് ലെവൽസ് ഓഫ് ഇംപെർഫെക്ഷൻസ് എന്നതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഫ്രെയിംവർക്കിലേക്ക് എത്താനായിട്ടും സാധിക്കുന്നു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് ദ മോണിറ്ററി പോളിസി. നമ്മുടെ ഇക്കോണമിയിൽ മണി സപ്ലൈ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നൊട്ടേഷനാണ്. മണി സപ്ലൈനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. മണി സപ്ലൈ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. There are particular levels of inflationary situation as well as the deflationary condition which normally takes place in our economy. So inflationary condition വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്? ഡിഫ്ലേഷണറി സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിനെങ്ങനെയാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. സോ ഹൗ ടു ടാക്കിൾ ഓർ ഹൗ ടു മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി ഇൻ അവർ എക്കോണമി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. മണി സപ്ലൈ ഒരുപാട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പൊ അതിനാണ് ആക്ച്വലി നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിലും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സും കൊണ്ടുവന്നിട്ടുള്ളത്. ബിക്കോസ് മണി സപ്ലൈ ഒരുപാട് റാപ്പിഡ് ആയിട്ട് അങ്ങ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ that would create serious problems. So we have to mediate it and we have to regulate it. Next comes the commercial policy. So commercial policy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എക്സ്റ്റേണൽ സെക്ടേഴ്സ് ആണ് ഇതിന്റെ അകത്ത് കൂടുതലായിട്ടും വരുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നമുക്ക് ഒരുപാട് തരത്തിൽ നാഷണൽ ഇൻകം ഏൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഈ നാഷണൽ ഇൻകം ഏൺ ചെയ്യുക എന്നുള്ളൊരു കൺസേണിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ട്രേഡ് പോളിസികൾ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യും. ആൻഡ് വെൻ വി ഗോ ഫോർ ദി ഇനിഷ്യേഷൻ പ്രോസസ് ഓഫ് ട്രേഡ് പോളിസി നമുക്ക് എക്സ്പോർട്ട് ആക്ടിവിറ്റീസ് ആയാലും ഇമ്പോർട്ട് ആക്ടിവിറ്റീസ് ആയാലും രണ്ട് വഴിയും നമ്മൾ ട്രേഡ് ഓപ്പൺ ചെയ്യാണ് അല്ലെ, നമ്മുടെ എക്കോണമിനെ ഒന്ന് ലിബറേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിനെ ഒന്ന് ഓപ്പൺ ചെയ്യാണ് ചെയ്യുന്നത്. എക്സ്പോർട്ട് ആക്ടിവിറ്റീസ് മൊബിലൈസ് ചെയ്യുന്നു, തന്മൂലം നമുക്ക് ഒരുപാട് നാഷണൽ ഇൻകംസ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ബേസിക്കലി നമ്മളുടെ മൈക്രോ എക്കണോമിക് പോളിസീസ് ആണ്. മൈക്രോ എക്കണോമിക് പോളിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഫേം ആണ് നമ്മൾ അവിടെ ബേസിക്കലി കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് മൈക്രോ എക്കണോമിക് പോളിസീസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഏരിയ അല്ലെങ്കിൽ ചെറിയൊരു ഇപ്പം നമ്മൾ പറയണ ഇപ്പം നമുക്ക് കേരള എന്ന് വെച്ച് പറയാം. ഇന്ത്യ ആസ് എ ഹോൾ ആവുമ്പോൾ അത് മാക്രോ എക്കണോമിക് കോൺസെപ്റ്റ് ആണ്. പക്ഷെ ഇന്ത്യനെ പറയാം വെൻ വി കൺസിഡർ വേൾഡ്.
വേൾഡ് നോക്കുവാണെങ്കിൽ അത് മാക്രോ, ഇന്ത്യ നോക്കുമ്പോൾ മൈക്രോ. സോ നമ്മൾ അഗ്രിഗേറ്റ്സിലേക്ക് പോവാണെങ്കിൽ നമുക്ക് മാക്രോ പറയാം. ഒരു ഇൻഡിവിജ്വൽ അല്ലെ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വി ആർ ആക്ച്വലി മൂവിങ് വിത്ത് ദ മൈക്രോ എക്കണോമിക് കോൺസെപ്റ്റ്സ്. സോ ഈ മൈക്രോ എക്കണോമിക് കോൺസെപ്റ്റ്സിൽ പറയുമ്പോൾ പലതരത്തിലുള്ള പോളിസി ഉണ്ട്. ദ വെരി ഫസ്റ്റ് വൺ ഇസ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് പോളിസി. സെക്കൻഡ് വൺ ക്വാട്ട പെർമിറ്റ് system. Third one, import control. Fourth one, export control. അടുത്തത് anti monopoly policy. Next is procurement policy. Then minimum support പ്രൈസ് പോളിസി മുതലായവ. അപ്പൊ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് നമ്മുടെ ഇവിടെ കമന്റ്സ് ചെയ്യണമെങ്കിൽ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അധികം റെഗുലേഷൻസ്, റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്തേക്ക് നമ്മളൊന്ന് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് അത്രത്തോളം ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ അത്രത്തോളം ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്കില്ല. ഇന്ന് നമ്മൾ +1 +2 ഒക്കെ ഏകജാലകം അഡ്മിഷൻ പോലെയാണ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് കിട്ടുക എന്ന് പറഞ്ഞാൽ. നമുക്ക് ഒരു സിംഗിൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ മതി. എൻ്റെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ആ സിംഗിൾ പോർട്ടൽ വഴി തന്നെ നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാനായി പറ്റും. ക്വാട്ട പെർമിറ്റ് സിസ്റ്റം ഉണ്ട്. അതായത് ഇന്ന പെർട്ടിക്കുലർ ഫോമിൽ അല്ലെങ്കിൽ ഇത്ര പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ അത്തേറൻസ് വഴി നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കാം. ഇമ്പോർട്ട് കൺട്രോൾ, നമുക്ക് സർട്ടൈൻ ലെവൽസ്, അതായത് ഇത്ര മാത്രം നമ്മൾ ഇമ്പോർട്ട് ചെയ്താൽ മതി. അതായത് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്താൽ കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം എന്തായിരിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് സഫിഷ്യന്റ് ആവുക എന്നുള്ളത് തന്നെയാണ്. സോ വളരെ വലിയ രീതിയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാതെ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു റെസ്ട്രിക്ഷൻ, ഇത്രേ കമോഡിറ്റി ഇന്ന രാജ്യത്ത് നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പാടും. സോ ഇറ്റ്സ് എ പെർട്ടിക്കുലർ സോർട്ട് ഓഫ് റെഗുലേഷൻ. എക്സ്പോർട്ട് കൺട്രോൾ, നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിലും ഒരു റെഗുലേഷൻ വേണം. കാരണം നമുക്ക് ഇവിടെ കമോഡിറ്റീസ് അവൈലബിൾ ആയിരിക്കണം. നമ്മുടെ രാജ്യത്ത് കമോഡിറ്റീസ് അവൈലബിൾ ആവാതെ നമ്മൾ ഒരുപാട് കമോഡിറ്റീസ് എടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും പ്രോബ്ലംസ് ആണ്. ആന്റി മോണോപ്പൊളി പോളിസി, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മോണോപ്പൊളി ആക്ടിവിറ്റീസിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും, അതായത് മോണോപ്പൊളിനെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ ആക്ടിവിറ്റീസ് കൊണ്ടുവരാൻ പാടില്ല. കാരണം നമുക്കിവിടെ പലതരത്തിലുള്ള എല്ലാവർക്കും ഒരു ഓണ്ടർപ്രീനറൽ സിറ്റുവേഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഗൈഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോളിസി വിച്ച് നീഡ് ടു ബി ഇനീഷ്യേറ്റഡ് ഇസ് ദ ആന്റി മോണോപ്പൊളി പോളിസി. ആന്റി മോണോപ്പൊളി സ്ട്രാറ്റജി അല്ലെങ്കിൽ ആന്റി മോണോപ്പൊളി സ്ട്രക്ചറിലൂടെ ആയിരിക്കണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യേണ്ടത്. പ്രൊക്വയർമെന്റ് പോളിസി എങ്ങനെയായിരിക്കണം, നമ്മൾ ഹൗ ദ ഗുഡ്സ് മസ്റ്റ് ബി മാനുഫാക്ചർഡ്, ഹൗ വി ഷുഡ് പ്രൊസീഡ്, ഇതെല്ലാം നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ. നെക്സ്റ്റ് കംസ് മിനിമം സപ്പോർട്ട് പ്രൈസ്. ഫാമേഴ്സിന് എപ്പോഴും ഒരു എയ്ഡ് ആൻഡ് അഡ്വൈസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുന്നില്ല, അവർക്ക് റിസോഴ്സസ് പ്രൊനൗൺസ് ചെയ്യാൻ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതും എന്തിനുള്ള സാധ്യതയുണ്ട്, അതും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്കെനാരിയോയിലേക്ക് നയിക്കും. അപ്പൊ നമ്മൾ കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു സപ്പോർട്ട് ഇൻകർ ചെയ്യുക. ഒരു വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നുമില്ലാതെ കാര്യങ്ങളെ എല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ ആണ്. നമുക്ക് എക്കണോമിക് പോളിസീസ് ബേസിക്കലി ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് തന്നെ എന്തിനാണ്, നമുക്ക് നമ്മുടെ രാജ്യത്ത് മൈക്രോ എക്കണോമിക് പെർസ്പെക്റ്റീവിലായിക്കോട്ടെ മാക്രോ എക്കണോമിക് കൺസിഡറേഷനിലായിക്കോട്ടെ ഒരു ഈക്വാലിറ്റി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ്. നെക്സ്റ്റ് കംസ് അഗ്രികൾച്ചറൽ ഇഷ്യൂസ്. സോ അഗ്രികൾച്ചറൽ ഇഷ്യൂസിനെ പറ്റി വളരെ കൃത്യമായി പഠിക്കണമെങ്കിൽ മിസ് വാൻപുരിയുടെ ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങൾ നോക്കേണ്ടത്. സോ അഗ്രികൾച്ചർ എന്ന് പറയുന്ന വാക്ക് ആക്ച്വലി ഡിറൈവ് ചെയ്തിട്ടുള്ളത് 2 ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ്. ആൻഡ് ഇറ്റ് ഇസ് ബേസിക്കലി ആഗർ ആൻഡ് കൾച്ചുറ. ആഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിൽ എന്നും കൾച്ചുറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കൾട്ടിവേഷൻ. ഈ 2 വാക്കുകളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന വാക്ക് വന്നത്.
Agar and then comes cultura. Agar എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ soil and cultura means cultivation. So ഇത് വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. ഫാമിംഗ്, ഫിഷറീസ്, പോൾട്രി, ഫോറസ്ട്രി ഇതൊക്കെ ലിങ്ക് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടേം ആണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡൻസിന് മുമ്പ് 75% ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് അഗ്രികൾച്ചറൽ മേഖലയിലായിരുന്നു. അഗ്രികൾച്ചറൽ മേഖലയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കവിടെ 6 പില്ലേഴ്സ് ആണ് ആക്ച്വലി എവിടെയുള്ളത്, നമ്മുടെ അഗ്രികൾച്ചറൽ മേഖലയിൽ ഉള്ളത്. അതിന്റെ റോൾ ഒന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് പറയാനായി പറ്റുന്നത്, ഒന്ന് ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് എന്ത് സംഭാവന ചെയ്യുന്നുണ്ട്, റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ അഗ്രികൾച്ചർ സെക്ടറിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ഇന്റർനാഷണൽ ട്രേഡ്, അതായത് ട്രേഡ് റിലേഷൻഷിപ്സ് പോസ്റ്റുലേറ്റ് ചെയ്യാൻ നമ്മൾ ഇവിടെ കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. സോ ആസ് എ റിസൾട്ട് ഇന്റർനാഷണൽ ട്രേഡിംഗ് ആക്ടിവിറ്റി ആയിക്കൊള്ളട്ടെ, ഇന്റർനാഷണൽ ട്രേഡ് മൊബിലൈസേഷനിലേക്ക് ആയിക്കൊള്ളട്ടെ, അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് ആര് പെർഫോം ചെയ്യുന്നുണ്ട്, നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നത് പെർഫോം ചെയ്യുന്നുണ്ട്. ദ വെരി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ നാഷണൽ ഇൻകത്തിലുള്ള ഷെയർ ആണ്. നാഷണൽ ഇൻകം വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെ എക്സ്പോർട്ട് ചെയ്യുന്നു. സോ തന്മൂലം നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, നമ്മുടെ എക്കണോമിയില് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ് കംസ് എംപ്ലോയ്മെന്റ് ആക്ടിവിറ്റീസ് അല്ലെ, നമുക്ക് ഒരുപാട് തരത്തില് എംപ്ലോയ്മെന്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത് അതേർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ നമ്മളെ എന്ത് ചെയ്യുന്നു, അഗ്രികൾച്ചർ സെക്ടർ. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടർ ആണ് ശരിക്കും GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കുറവെന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ എംപ്ലോയ് ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടറിൽ തന്നെയാണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സർവീസ് സെക്ടറിൽ കൂടുതലാകുമ്പോഴും ഇന്ന് ആൾക്കാര് പ്രിഫർ ചെയ്യുന്നത് വേറൊന്നും തന്നെയല്ല, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി തന്നെയാണ്. അതൊരു സെൽഫ് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഫാക്ടറും തന്നെയാണ്. ഇനി ക്യാപിറ്റൽ ഫോർമേഷൻ, നമ്മുടെ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ജനറേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാൻ വേണ്ടി അഗ്രികൾച്ചർ സെക്ടർ ഒരുപാട് പ്രോമിസിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡ് സർപ്ലസ്, നമുക്ക് നമ്മുടെ രാജ്യത്ത് ഇപ്പം വലിയ രീതിയിലുള്ള ഒരു സ്ട്രിഞ്ചൻസി ഇല്ല, അല്ലെ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രോബ്ലമാറ്റിക് സ്കെനാരിയോ ഇല്ലെന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്ത് തന്നെയാണെന്ന് വെച്ചാൽ നമ്മുടെ സെൽഫ് സഫിഷ്യൻസി തന്നെയാണ്. നമുക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് റിസോഴ്സസ് ടാബുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പ്രോബ്ലംസ് ഇല്ല, എല്ലാ രീതിയിലും നമുക്ക് ഒന്ന് മുന്നോട്ടേക്ക് കുതിക്കാനായി സാധിക്കുന്നുണ്ട്. അഗ്രികൾച്ചറൽ സെക്ടറിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് ബേസിക്കലി നമുക്ക് കാണാനായി പറ്റും. ദ വെരി ഫസ്റ്റ് വൺ ഈസ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി അറിയാം, അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു സീസൺഡ് നേച്ചർ ഓക്യുപ്പേഷൻ ആണ്. അതായത് ഓരോ സീസൺ അനുസരിച്ചിട്ടാണ് ബേസിക്കലി നമ്മളുടെ കൾട്ടിവബിൾ ട്രെൻഡ് അല്ലെങ്കിൽ ടെൻഡൻസീസ് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ അഗ്രികൾച്ചർ സെക്ടർ സിൻസ് ബീങ് ആ ക്ലൈമറ്റ് റിലേറ്റഡ് വൺ ആയതുകൊണ്ട് തന്നെ ക്ലൈമാറ്റിക് ചേഞ്ചസ് നമ്മുടെ അഗ്രികൾച്ചറൽ മേഖലയെ കാര്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് റിസോഴ്സ് ഡിപ്ലീഷൻ, അതായത് നമുക്ക് ബേസിക്കലി റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസും ഉണ്ട്, നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസും ഉണ്ട്. സോ റിസോഴ്സസിനെ വളരെ കൺസേർവ് ചെയ്യുക. കൃഷി മേഖലയിലേക്ക് നമ്മൾ ബേസിക്കലി ടാബുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് വേറൊന്നുമല്ല, റിസോഴ്സസിനെ നമ്മൾ കൺസർവ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വുഡ് ഓൾസോ റിസൾട്ട് ഇൻ മാസീവ് ലെവൽസ് ഓഫ് പൊട്ടൻഷ്യാലിറ്റി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പെസ്റ്റ് ആൻഡ് ഡിസീസസ്. അതായത് നമ്മളിപ്പം ഗ്രീൻ റെവല്യൂഷൻ ഒക്കെ കൊണ്ടുവന്നപ്പം ബേസിക് ആയിട്ടുള്ള നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു പെസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള അല്ലെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്സ് ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്സ് അല്ലെങ്കിൽ നമുക്ക് കൾട്ടിവേഷനെ അത് സീരിയസ് ആയിട്ട് ബാധിക്കും. സോ വളരെയധികം പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്പുകൾ ഇനീഷ്യേറ്റ് ചെയ്യുക. അടുത്തത് മെക്കനൈസേഷൻ, അതൊരു പ്രശ്നം തന്നെയാണ് അല്ലെ. അതായത് സയന്റിഫിക് ആയിട്ടുള്ള ടെക്നോളജിക്കലി ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആക്ച്വലി അവൈലബിൾ ആണ്. പക്ഷെ ദ പ്രോബ്ലം ഇസ് ഈ ഒരു മെക്കനൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷി മേഖലയിലേക്ക് നമുക്ക് എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ഇറ്റ് ഈസ് ഓൾവേസ് എ ക്വസ്റ്റ്യനബിൾ തിങ്. നെക്സ്റ്റ് ഇസ് സ്മോൾ ലാൻഡ് ഹോൾഡിങ്സ്, അതൊരു ഇഷ്യൂ തന്നെയാണ്. അതായത് ഇന്ന് നമ്മളുടെ
ഒരു സൈസ് ഓഫ് ലാൻഡ് ഹോൾഡിങ്ങിന്റെ സ്ട്രക്ചറിലേക്ക് പോയാൽ ഏറ്റവും കൂടുതൽ ഇന്ന് ലാൻഡ് ഹോൾഡ് ചെയ്യുന്നത് സ്മോൾ ഫാമേഴ്സ് അല്ലെങ്കിൽ മാർജിനൽ ഫാമേഴ്സ് ആണ്. സോ ഇവിടെ നമുക്കറിയാം ലാൻഡ് കുറയുന്ന സമയത്ത് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കുറയാണ്. കാരണം കുറച്ച് കമോഡിറ്റീസ് അല്ലേ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കൺസേൺ എന്താ? മാസീവ് ലെവൽസ് ഓഫ് കമോഡിറ്റീസ് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ കമോഡിറ്റീസ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് തരത്തിലുള്ള റെഗുലേഷൻസും റെസ്ട്രിക്ഷൻസും ഉണ്ട്. ഫ്രാഗ്മെന്റഡ് ലാൻഡ്സ് ആണ് കൂടുതലും എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് പുവർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. നമ്മുടെ രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് മൊബിലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൊഡക്ഷന്റെ മേഖലയിൽ എൻറിച്ച്ഡ് ആവാൻ പറ്റൂ. പക്ഷെ ഇവിടെ എന്തില്ല, നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ട്, പക്ഷെ ആ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എംപ്ലോയ് ചെയ്യാനായിട്ടും സാധിക്കുന്നില്ല. ഇറിഗേഷൻ ഫെസിലിറ്റിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അതും എന്ത് തന്നെയാ, വളരെ പുവർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ശരിക്കും നമ്മളൊരു കൃഷി മേഖലയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇറിഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറിഗേഷൻ ഫെസിലിറ്റി നല്ല രീതിയിൽ ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ടാബ്ലേറ്റ് ചെയ്യാൻ പറ്റും? ടാബ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇറിഗേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ ആണ്. തന്മൂലമാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഫാക്ടേഴ്സിനെ മൊബിലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സോയിൽ ഡിഗ്രഡേഷൻ. സോയിൽ ഡിഗ്രഡേഷൻ വരുന്ന സമയത്ത് നമുക്ക് സോയിൽ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സോയിൽസ് നമുക്ക് നമ്മുടെ എക്കോണമിയിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഈ സോയിൽസ് എല്ലാം ടെക്സ്ചർ മനസ്സിലാക്കി ഏത് സോയിലില് ഏത് തരത്തിലുള്ള ഫെർട്ടിലൈസർ ആണ്, ഏത് തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൃഷി ഇറക്കാൻ പറ്റില്ല, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്കും അത് നയിക്കാനുള്ള സാധ്യത ഉണ്ട്. നെക്സ്റ്റ് കംസ് ഫൈനാൻഷ്യൽ റിസോഴ്സസ്. സോ ഫൈനാൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ ആണ്. കാരണം നമുക്ക് ഇന്ന് വളരെ വേൾഡ് മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്കണോമീസുമായിട്ടാണ് നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ആമ്പിൾ എമൗണ്ട് ഓഫ് റിസോഴ്സസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ റിസോഴ്സസ് വാങ്ങാൻ നമ്മുടെ കയ്യിൽ ഫിനാൻസ് ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും? പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. സോ ഫൈനാൻസ് എന്ന് പറയുന്നതും ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫൈനാൻസ് മേഖലയിൽ കുറച്ച് സ്ട്രിഞ്ചൻസി അല്ലെങ്കിൽ കുറച്ച് റെഗുലേഷൻസ് ഓർ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നമുക്ക് ഫൈനാൻഷ്യൽ റിസോഴ്സസിനെ മൊബിലൈസ് ചെയ്യണം ആൻഡ് വി ഹാവ് ടു മൂവ് ahead. അടുത്തത് ലേബർ ഷോർട്ടേജസ്. അതും സീരിയസ് ആയിട്ടുള്ള ഒരു ഇംപെർഫെക്ഷൻസ് തന്നെയാണ് വരുന്നത്. ലേബറേഴ്സിനെ ആക്റ്റീവായിട്ട് നമുക്ക് മൊബിലൈസ് ചെയ്യണം, ലേബറേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം. ഇപ്പൊ ക്ലൗഡിയ ഗോൾഡിന്റെ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നോബൽ പ്രൈസ് കിട്ടിയതാണ് അവർക്ക്. അതിൽ ബേസിക്കലി പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് ഇന്ന് അഗ്രികൾച്ചറൽ മേഖലയില് സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നു. അഗ്രികൾച്ചറൽ മേഖലയില് ആർക്കും തന്നെ വർക്ക് ചെയ്യാനായിട്ട് they are not interested. Everyone is going behind the secondary or the tertiary sector. So what's the basic reason behind it? Is nothing but എല്ലാവരും എന്ത് തന്നെയാണ്, വൈറ്റ് കോളർ ജോബ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. സോ ലേബർ ഷോർട്ടേജസ് എക്സിസ്റ്റ്. നെക്സ്റ്റ് ഇസ് പോളിസി ആൻഡ് റെഗുലേഷൻ ഓർ ബേസിക്കലി നമുക്ക് റെഗുലേറ്ററി ഇഷ്യൂസ് എന്ന് പറയാം. ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽസിന് പെർട്ടിക്കുലർ ആയിട്ട് കാർഷിക മേഖലയിലേക്ക് പ്രവേശിച്ചു വരണമെങ്കിൽ അല്ലെങ്കിൽ പ്രവേശിക്കണമെങ്കിൽ there are certain levels of regulations as well as restrictions. സോ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു ഇൻകറൻസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു കാർഷിക മേഖലയിലേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോൾ റെഗുലേഷൻസ് വരുന്നു, റെസ്ട്രിക്ഷൻസ് വരുന്നു. സോ ഹൗ ക്യാൻ യു അഡ്രസ് ദിസ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫാമിംഗ് പ്രാക്ടീസസ് ഇനീഷ്യേറ്റ് ചെയ്യുക. കാരണം നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ടെൻഡൻസി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫാമിംഗ് പ്രാക്ടീസസ് കൊണ്ടുവന്നാലേ എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുള്ളൂ, അതായത് പൊല്യൂഷൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റുള്ളൂ. അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും.
സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ റിസോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മാത്രമല്ല അതിനെ കൊണ്ട് ഗുണം ഉണ്ടാവുന്നത്, മറിച്ച് ഭാവി തലമുറയ്ക്ക് കൂടിയാണ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആ. മോഡേൺ ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജീസ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇസ് ഈ ടെക്നോളജീസിനെ എല്ലാം നമ്മൾ നല്ല രീതിയിൽ ഇനീഷ്യേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഇസ് പോളിസി റിഫോംസ്. പലതരത്തിലുള്ള പോളിസീസ് ഉണ്ട്. മൈക്രോ എക്കണോമിക് പോളിസി ആണെങ്കിലും മാക്രോ എക്കണോമിക് പോളിസി ആണെങ്കിലും എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. സോ ദ പെർട്ടിക്കുലർ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇസ് ഈ പോളിസി ഡോക്യുമെന്റ്സിനെ എല്ലാം അല്ലെങ്കിൽ ഈ പോളിസി സ്കീംസ് എല്ലാ കാര്യങ്ങളെയും നമ്മൾ മാക്സിമം കൺസർവ് ചെയ്യുകയും അതേപോലെ തന്നെ നമ്മൾ മാക്സിമം എൻകറേജ് ചെയ്യുകയും ആവശ്യമാണ്. നെക്സ്റ്റ് ഇസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. നമ്മുടെ സമൂഹത്തിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിനെ ഓഗ്മെന്റ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ ആണ്. പലതരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനെ എല്ലാം തന്നെ പ്രൊട്ടക്ട് ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എപ്പോഴും നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട നൊട്ടേഷൻ, നമുക്ക് നല്ല എക്കണോമിക് ഡെവലപ്മെന്റ്, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് മൊബിലൈസ് ചെയ്യണം. അപ്പൊ അത് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനെ എല്ലാം കൺസർവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഇസ് R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള ബേസിൻ അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡിൽ തന്നെ നമുക്ക് റിസോഴ്സസ് ഒറിജിനേറ്റ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ വേൾഡ് മാർക്കറ്റിൽ തന്നെ കോമ്പറ്റേറ്റീവ് ആവാൻ പറ്റും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വേൾഡ് മാർക്കറ്റില് കോമ്പറ്റേറ്റീവ് ആവുക എന്നുള്ളത് തന്നെയാണ്. സോ വേൾഡ് മാർക്കറ്റില് വളരെ കോമ്പറ്റേറ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമ്മളെ എന്ത് സഹായിക്കും? ഇത്തരത്തിലുള്ള റിസോഴ്സ് ബേസിനുകള് നമ്മളെ സഹായിക്കും. നൗ നമുക്ക് നോക്കാനുള്ളത് അഗ്രികൾച്ചറൽ പോളിസീസിനെ കുറിച്ചാണ്. പലതരത്തിലുള്ള അഗ്രികൾച്ചറൽ പോളിസീസ്, അഗ്രികൾച്ചറൽ സ്കീംസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമുക്ക് അവൈലബിൾ ആണ്. സോ അതിൽ ഏറ്റവും കൂടുതലായി നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് നാഷണൽ അഗ്രികൾച്ചറൽ പോളിസി എന്ന് പറയുന്നത്. ഇത് 2000-ലാണ് വന്നിട്ടുള്ളത്. 28 ജൂലൈ 2000-ലാണ് നാഷണൽ അഗ്രികൾച്ചർ പോളിസി എന്ന് പറയുന്നത് വരുന്നത്. അഗ്രികൾച്ചർ സെക്ടറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 4% വർദ്ധിപ്പിക്കുക, 4% അപ്പുറമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. 4% അല്ലെങ്കിൽ 4% അപ്പുറമെങ്കിലും മൊബിലൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് നാഷണൽ അഗ്രികൾച്ചറൽ പോളിസിക്ക് ഉണ്ടായിരുന്നത്. നാഷണൽ അഗ്രികൾച്ചർ പോളിസിയുടെ ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്: 1. ഇഫക്റ്റീവ് യൂസ് ഓഫ് റിസോഴ്സസ്, റിസോഴ്സസിനെ വളരെ എഫിഷ്യന്റ് ആയി എംപ്ലോയ് ചെയ്യുക. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മൊബിലൈസ് ചെയ്യുക. അതേപോലെ തന്നെ MSP, മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യുക. കാരണം മിനിമം സപ്പോർട്ട് പ്രൈസ് ഒക്കെ താങ്ങുവിലയൊക്കെ നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫാമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഫാമേഴ്സിന് കൂടുതലായിട്ട് കൃഷി മേഖലയിലേക്ക് കടന്നു വരാനായിട്ടുള്ള ഒരു ഓപ്ഷനും നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അഗ്രികൾച്ചർ പോളിസി ഡോക്യുമെന്റ്സ് കൂടുതലായിട്ടും പറയുന്നത് നമ്മുടെ രാജ്യത്ത് ക്യാപിറ്റൽ ഇൻഅഡിക്വസി ഉണ്ട് എന്നാണ്. അതായത് ഫണ്ട് കിട്ടാത്ത സ്ട്രിഞ്ചന്റ് സിറ്റുവേഷൻ നമ്മുടെ എക്കോണമിയിൽ ഉണ്ട് എന്നുള്ളതാണ് ബേസിക് ആയിട്ട് അവിടെ നൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ ഇൻഅഡിക്വസി ഉണ്ട്, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ ഡിമാൻഡ് സൈഡ് കൺസ്ട്രെയിൻസ് ഉണ്ട്. നമ്മൾ കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് വാങ്ങാൻ കൃത്യമായ ആൾക്കാരുണ്ടോ എന്നുള്ളത് ഇറ്റ് ഇസ് എ സീരിയസ് മാറ്റർ ടു ബി ഡിസ്കസ്ഡ് വിത്ത്. അപ്പോ നമ്മൾ കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഡിമാൻഡ് ഉണ്ട് അല്ലെങ്കിൽ അതിന് ആവശ്യക്കാരുണ്ടോ ഇല്ലേ എന്നുള്ളത് വി ഹാവ് ടു ജനറലി ക്രോസ് ചെക്ക്. സോ അഗ്രികൾച്ചർ പോളിസിന്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് പോകുമ്പോൾ ഒന്ന് വരുന്നത് 4% ഗ്രോത്ത് റേറ്റ് മൊബിലൈസ് ചെയ്യുക. അടുത്തത് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ നല്ല രീതിയിൽ എംപ്ലോയ് ചെയ്യുക. അടുത്തത് ഇക്വിറ്റി ആണ്, അതായത് സ്മോൾ ഫാമേഴ്സ് കാണും, മാർജിനൽ ഫാമേഴ്സ് കാണും, ലാർജ് ഫാമേഴ്സ് കാണും. സോ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഈ 3 ഫാമേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അല്ലാതെ ജസ്റ്റ് നമ്മൾ മൈക്രോ ഫാമേഴ്സ് അല്ലെങ്കിൽ മാർജിനൽ ഫാമേഴ്സ്, സ്മോൾ ഫാമേഴ്സ് അവരെ മാത്രം ടാബ്ലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് സപ്പോസ് നമ്മൾ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നതെങ്കിൽ
that would create serious levels of problems. So എപ്പോഴും നമ്മളുടെ കൺസേൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, എല്ലാ ഫാമേഴ്സിനെയും ഇൻകർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അഗ്രികൾച്ചറൽ പോളിസീസിനെ നമുക്ക് ആക്ച്വലി പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ ഇവിടെ വരുമ്പം ദ വെരി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് ആണ്, അല്ലെങ്കിൽ ഈനാം എന്നൊക്കെ നമ്മൾ ബേസിക്കലി പറയാറുണ്ട്. ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ്. ഇതൊരു ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ മെത്തേഡാണ്. അതായത് നമുക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമോഡിറ്റീസ് ഡിജിറ്റലൈസ്ഡ് ഫോർമേഷനിലൂടെ വേൾഡ് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് ഫോം ചെയ്തത് ആക്ച്വലി സ്മോൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യമാണ്. ഇവരാണ് ബേസിക്കലി എന്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്, ഈ ഒരു ഈനാം എന്ന് പറയുന്ന ഫോർമുലേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തത്. വളരെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യുക, അതേപോലെ ഡിമാൻഡ് കൺസ്ട്രെയിൻസ് വരാം, സപ്ലൈ കൺസ്ട്രെയിൻസ് വരാം, അതൊന്നുമില്ലാതെ ഒന്നും കൂടി സ്ട്രക്ചറൈസ് ചെയ്ത് നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക, മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ നാമിന്റെ ലക്ഷ്യം. ദ വെരി നെക്സ്റ്റ് വൺ ഇസ് ദ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആണ്. ഈ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് പ്രോസസ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ടെക്നോളജിക്കാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇതിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദ വെരി ഫസ്റ്റ് വൺ ഇസ് റെയിൻ ഫെഡ് ഏരിയ ഡെവലപ്മെന്റ്. നെക്സ്റ്റ് ഇസ് സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ്. ഓരോ സോയിലിന്റെയും ഞാൻ പറഞ്ഞു, അഗ്രികൾച്ചർ മേഖലയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ പാറ്റേൺസ് നമുക്ക് അറ്റയർ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടും സാധിക്കും. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഈ സോയിൽസ് ഏത് തരത്തിലാണ് സോയിൽ പാറ്റേൺസ് വരുന്നത്, ഏത് തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ സോയിൽ കൺസർവേഷന് വേണ്ടിയിട്ട് അറ്റയർ ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ടു ബി അണ്ടർസ്റ്റുഡ് അല്ലെ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കൃഷി ഇറക്കാനായിട്ട് സാധിക്കില്ല. സോ നല്ല രീതിയിൽ കൃഷി മൊബിലൈസ് ചെയ്യുക എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസർവേഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് തന്നെയാണ്. നെക്സ്റ്റ് സബ്മിഷൻ ഓൺ അഗ്രോ ഫോറസ്ട്രി. സബ്മിഷൻ ഓൺ അഗ്രോ ഫോറസ്ട്രി. നമ്മുടെ എക്കോണമിയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നമുക്ക് ഫോറസ്റ്റ് കൺസർവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് കാർഷിക മേഖലയുമായി റിലേറ്റ് ചെയ്തിട്ടും എന്ത് ചെയ്യാം, ടാബുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത അഗ്രികൾച്ചറൽ പോളിസി എന്ന് പറയുന്നതാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. എപ്പോഴും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒന്ന് തന്നെയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന് പറയുന്നത്. ഹർ ഗേദ് കോ പാനി എന്നുള്ളതാണ് ഇതിന്റെ ടാഗ് ലൈൻ. ഹർ ഗേദ് കോ പാനി. എല്ലാ തരത്തിലുള്ള ലാൻഡ് ഏരിയാസിനും പ്രോപ്പർ ആയിട്ട് വാട്ടർ സപ്ലൈ കിട്ടുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫോർമേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഇറിഗേഷൻ ഫെസിലിറ്റിയാണ്. ഇറിഗേഷൻ ഫെസിലിറ്റി മൊബിലൈസ് ചെയ്യുക, വാട്ടർ ഫെസിലിറ്റി. നമുക്കറിയാം കൃഷി ചെയ്യണമെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ വാട്ടർ കൺസർവേഷൻ എന്ന് പറയുന്നത് മൊബിലൈസ് ചെയ്യുക, അതിനെ സേഫ് ഗാർഡ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ഇറിഗേഷൻ ഫെസിലിറ്റീസിനെ മൊബിലൈസ് ചെയ്യും. അടുത്ത ഒന്നാണ് പരമ്പരാഗത കൃഷി വികാസ് യോജന എന്ന് പറയുന്നത്. അത് 2015 കൊണ്ടുവന്നത്, NDA ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നത്. അതായത് ട്രഡീഷണൽ ഫോമിലുള്ള എല്ലാ പാറ്റേണിലൂടെയും നമ്മുടെ കൃഷി മേഖലയെ ഒന്ന് ടൈറ്റൻ ചെയ്യുക. നമുക്ക് ഓർഗാനിക് ഫോമില്, ഇൻഓർഗാനിക് ഫോമില് ഒരുപാട് തരത്തിലുള്ള കൃഷി മേഖലകൾ അല്ലെങ്കിൽ കൃഷി ടെൻഡൻസീസ് കാണാൻ പറ്റും. അതില്ലാതെ വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഫോമില് നമ്മളുടെ കൃഷി മേഖലയെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് പരമ്പരാഗത കൃഷി വികാസ് യോജനയ്ക്ക് ഉള്ളത്. ഓർഗാനിക് ഫാമിംഗ്, ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ തന്നെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ജനറേറ്റ് ചെയ്യുക, റിസോഴ്സ് മൊബിലൈസേഷൻ ആക്ടിവിറ്റീസ് ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പരമ്പരാഗത കൃഷി വികാസ് യോജനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്.
നെക്സ്റ്റ് പോളിസി പറയുന്നത് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയാണ്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ഒരു ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമാണ്. നമുക്ക് അറിയാം ഫാമേഴ്സിന്റെ മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ക്രോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ആണെങ്കിലും ക്രോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിലും എല്ലാം തന്നെ അത് അറിയാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പൊ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൺസേൺ എന്ന് പറയുന്നത് നമുക്ക് എന്താണോ ഏത് രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് കോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സിറ്റുവേഷൻസ് ആണ് കോസ് ചെയ്യുന്നത് എന്ന് നോക്കുക. എന്നിട്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസർവേഷൻ അല്ലെങ്കിൽ സ്കീം എന്ന് പറയുന്നത് ക്രോപ്സിന്റെ ഇംപെർഫെക്ഷൻസ് ആണെങ്കിലും ക്രോപ്സിന്റെ പ്രോബ്ലമാറ്റിക് ഏരിയ ആണെങ്കിലും അത് ഇല്ലാണ്ടാക്കുക, പ്രോപ്പറായി ക്രോപ്പിന് ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അതായത് പെസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള രീതിയിൽ ക്രോപ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഫാമേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കണം? പ്രൊട്ടക്ഷൻ കൊടുക്കണം. അത് നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് നല്ല രീതിയിൽ പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അടുത്ത പ്രോബ്ലം അല്ലെങ്കിൽ അടുത്ത സ്കീമാണ് ഗ്രാമീൺ ബന്ധരൻ യോജന എന്ന് പറയുന്നത്. സോ ഗ്രാമീൺ ബന്ധരൻ യോജന ഒരു ഗോഡൌൺ സ്കീമാണ്. ഈ ഗോഡൌൺ സ്കീം എന്താ വെച്ചാൽ ഫാമേഴ്സ് കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഫാമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ കമോഡിറ്റീസിന് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറേജ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ ആണ്. നമ്മൾ ബഫർ സ്റ്റോക്ക് ഓപ്ഷൻസ് എന്നൊക്കെ പറയും. സോ അത് നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യണം. അത് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് അവിടെ പ്രോബ്ലം ഇല്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃഷിയുടെ മേഖലയിൽ ഓരോ തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് സേവ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ നമുക്ക് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ടും സാധിക്കും. സോ അത് വളരെയധികം ഇൻകറൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സിലൂടേക്ക് നമ്മൾ അഷ്വർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ കൃഷി മേഖലയെ ടൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ ഇത്തരത്തിലുള്ള സ്കീംസ് ആൻഡ് ഇത്തരത്തിലുള്ള പോളിസി ഫ്രെയിംവർക്കിലൂടെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനും നമ്മുടെ എക്കോണമീനെ മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ടും ഇറ്റ് വുഡ് എയ്ഡ് ആൻഡ് ഇറ്റ് വുഡ് ഹെൽപ്പ് അല്ല. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത് എക്കണോമിക് പോളിസീസ് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. നമ്മൾ എക്കണോമിയിൽ ബേസിക്കലി 3 സെൻട്രൽ പ്രോബ്ലംസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ആ പ്രോബ്ലത്തിനൊക്കെ ഒരു സൊല്യൂഷൻ മാർക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് എക്കണോമിക് പോളിസി ഡോക്യുമെന്റ്സിനുള്ളത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ വൈഡ് ആണ്. എക്കണോമിക് ഗ്രോത്ത്, ജനറേഷൻ, പോവർട്ടി എലിവേഷൻ, പ്രൈസ് സ്റ്റെബിലിറ്റി, റീജിയണൽ ഡെവലപ്മെന്റ്, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, സെൽഫ് റിലയൻസ്, മോഡേണൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. നമുക്ക് എക്കണോമിക് പോളിസിയിലേക്ക് കടക്കുമ്പോൾ 2 types of economic policies ഉണ്ട്. We have the macroeconomic policy as well as the microeconomic policy. So macroeconomic policyയുടെ പെർസ്പെക്റ്റീവിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത് ഫിസിക്കൽ പോളിസി ആസ് വെൽ ആസ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ടാബുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫിസിക്കൽ പോളിസിയുടെ ഫോർമേഷൻസിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുന്ന സമയത്ത് we have the monetary policy as well as the physical policy to be incurred. So when we go for the monetary policy as well as the physical policy considerations, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ടാബുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ എക്കണോമിയിൽ എന്ത് തരത്തിലുള്ള പ്രോബ്ലം വന്നാൽ അതിനെ ഒറിജിനേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. കൊമേഴ്ഷ്യൽ പോളിസി ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നതും ബേസിക്കലി എന്ത് തന്നെയാണ്? വളരെ സ്ട്രക്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സ്കീമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷണൽ ബേസ് തന്നെയാണ് ഒറിജിനേറ്റ് ചെയ്ത് തരുന്നത്. Then we have the agricultural issues. പിന്നെ നമ്മൾ പഠിച്ചത് ഇതിനെ അഡ്രസ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ്, നാഷണൽ അഗ്രികൾച്ചർ പോളിസി, PMFBY, GBY, നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ്, അതിനെ നമ്മൾ ഇനാം എന്ന് പറയും. അതേപോലെ PMKY, PMKSY, NMSY ആണുള്ളത്. സോ ഇതിലെല്ലാം ബേസിക്കലി അവർ ട്രൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അഗ്രികൾച്ചറൽ സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ മാർക്കറ്റ് സിറ്റുവേഷൻസിനെ കൺസർവ് ചെയ്യുക, സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് ആണ്. So I hope this is clear for all.